എൻ്റെ പേര് അസന. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് പാവ്ലോ ജപ്പാനീസ് ചീസ് കേക്കാണ്. ആദ്യം നമുക്ക് മുട്ടയുടെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നമുക്കൊരു കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിലൊരു ബൗൾ വെച്ചിട്ട് ക്രീം ചീസ്, ബട്ടർ, മിൽക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചീസാണ്. അൺസോൾട്ടഡ് ബട്ടർ 30 ഗ്രാം, 1/4 കപ്പ് മിൽക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 150 ഗ്രാം ക്രീം ചീസും 30 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറും 1/4 കപ്പ് മിൽക്കും ഇത് മൂന്നും കൂടി ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടണം. എന്നിട്ട് നമുക്ക് ഇത് ഈ വെള്ളത്തിന് മുകളിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിരുന്നില്ല, അത് 2 എണ്ണം ഓരോന്നോരോന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മൈദ കോൺഫ്ലവർ മിക്സ് ഉണ്ട്, അതൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ് വൈറ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് മിക്സ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചീസ് മിക്സ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് എഗ് വൈറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജാപ്പനീസ് ചീസ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് ഒന്ന് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മിക്സ് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 30 ഗ്രാം ക്രീം ചീസും 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ്, ഒരു 2 ടീസ്പൂൺ ഷുഗർ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വിപ്പിഡ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമുക്ക് നമ്മളെ ക്രീം ചീസ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പാവ്ലോവ റെഡിയാക്കി എടുക്കാം. ഇതിന് 2 മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് യോക്കിൻ്റെ ആവശ്യമില്ല. പാവ്ലോവ ഉണ്ടാക്കാം, എഗ് വൈറ്റ് മാത്രമേ ഉള്ളൂ, മതി. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവ്ലോയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് പാവ്ലോവ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പാവ്ലോവ is getting ready. Cake is okay. നല്ല ചീസ് കേക്ക്, baked cheese cake. baked cheese cake, Japanese cheese cake. Oh, Japanese. Okay, Japanese. Okay. സ്പെയിൻ എത്തി, ജപ്പാൻ വന്നു, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, പാവ്ലോവ വിത്ത് ഫ്രൂട്ട്സ്. അതിന്റെ കൂടെ ഒരു ജപ്പാനീസ് ചീസ് കേക്ക്, ചീസ് ക്രീം ഫില്ലിങ് കൊടുക്കണം. ക്രീം ചീസ് ഫില്ലിംഗ് ആണ്. ക്രീം ചീസ് ഫില്ലിംഗ്.
അപ്പോൾ ഹാപ്പിയാണോ കണ്ടറിയാം ഒരുവിധം സെറ്റ് കാര്യം അതിന് കറക്റ്റ് കളർ കോമ്പിനേഷനിൽ കറക്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ടെമ്പറേച്ചർ അതാണ് ഇതും കറക്റ്റായിട്ട് കിട്ടി അതൊക്കെ ഒരു ലക്കാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ എത്ര വിചാരിച്ചാലും ചിലപ്പോൾ ഒരു പോയിന്റേ ആ ഒരു നന്നായി താങ്ക് യു. ഇനിയും ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ പാവ്ലോവ is not ready? Another how many minutes to go? How many seconds? 2 se- 2 Two seconds. seconds. 2 seconds, sir? Yes. 2 seconds. 2 minute അല്ലേ? 2 കഴിഞ്ഞു. minutes. ഓക്കെ. അത് കണ്ടിട്ട് ആയിന്നാ തോന്നണേ പക്ഷെ അത് ഒന്നാമത് സാധാരണ അങ്ങനെ ഒരുപാട് ടൈം വേണ്ടല്ലോ ഇപ്പം മണി ഇത്ര കളറും അടിക്കും. വേണ്ട ഇപ്പം മണി അടിക്കും. പക്ഷെ അത് മുകളിൽ ടെമ്പറേച്ചർ കൂടുതലായി പോയിട്ടുണ്ട് അതുകൊണ്ട് കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ജാപ്പനീസ് ചീസ് കേക്ക് അതിന്റെ മേളിൽ വെച്ചിട്ട് ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടാവും അതെ അതെ ക്രീം ചീസ് ഫില്ലിങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ബ്ലൂബെറി ഉണ്ട്. ചെറി എല്ലാ എക്സോട്ടിക് സാധനം ബ്ലാക്ക്ബെറി ആണോ മറ്റേ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി. പുളി ഉണ്ടാവോ ബ്ലാക്ക്ബെറി ഒന്ന് ഡ്രൈഡ് ഒന്ന് ഒന്ന് ഡ്രൈഡ് ആണ് ഒന്ന് ഫ്രഷ് ആണ്. ഓക്കെ സ്ട്രോബെറി ഡ്രൈ ആണ്. ആൻഡ് ഇപ്പുറത്തിരിക്കുന്ന ചെറീസ് ആണ് ഗ്ലേസ്ഡ് നമ്മുടെ ഇവിടെ അധികം ഫ്രഷ് കിട്ടാൻ പാടാണ് അല്ലേ അതെ ഫ്രഷ് സ്ട്രോബെറി ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പാവ്ലോവ ജപ്പാനീസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്.